നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി കുഞ്ഞിന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു. നടപടി ആശുപത്രി അധികൃതർ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാക്കാതെ വന്നതോടെ പിതാവ് നൽകിയ പരാതിയിൽ. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ നവംബറിൽ കുറുവ സംഘം നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട പ്രതികളെ തേടി രാജകുമാരിയിലെത്തിയ മണ്ണഞ്ചേരി പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് തമിഴ്നാട്ടിൽ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച 2 മോഷ്ടാക്കളെ പിടികൂടി. ഇതോടെ ഭയാശങ്കയിൽ രാജകുമാരി നിവാസികൾ. വണ്ടിപ്പെരിയാറിൽ 16-കാരിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി രൂപൻ എന്ന് വിളിക്കുന്ന വിജയ്. പെൺകുട്ടിയെ പ്രണയം നടിച്ച് പലതവണ പീഡിപ്പിച്ചെന്ന് പരാതി. ഹെൽമറ്റ് വയ്ക്കാത്തതിന് മഹീന്ദ്ര താറുടമയ്ക്ക് പെറ്റി ചുമത്തി പോലീസ്. വിചിത്ര പിഴ ചുമത്തിയത് ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന്. പിശക് ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെ പിഴയടച്ച് പെറ്റി ഒഴിവാക്കി ഉടമ. വിശദമായ വാർത്തകളിലേക്ക്. കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി കുഞ്ഞിന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു. ആശുപത്രി അധികൃതർ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാക്കാതെ വന്നതോടെ പിതാവ് നൽകിയ പരാതിയിലാണ് നടപടി. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. കുമളി 6 മൈൽ സ്വദേശി നെല്ലിക്കൽ സേവ്യറിന്റെയും ടിനുവിന്റെയും ആൺകുഞ്ഞ് കഴിഞ്ഞ 10-ാം തീയതിയാണ് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ചത്. ടിനുവിനെ അവസാനവട്ട സ്കാനിങ്ങിനായി കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഗർഭപാത്രത്തിൽ കുഞ്ഞ് ചെരിഞ്ഞു കിടക്കുകയാണെന്നത് കണ്ടെത്തിയത്. പിന്നാലെ ടിനുവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 10-ാം തീയതി രാവിലെ ടിനുവിന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പരിശോധനയിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കുറയുന്നതായും കണ്ടെത്തി. ഇതോടെ അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. കുഞ്ഞിനെ മരിച്ച നിലയിലാണ് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തെടുത്തതെന്ന് പിന്നീട് ആശുപത്രി അധികൃതർ അറിയിച്ചതായി പിതാവ് സേവ്യർ പറഞ്ഞു. അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകാൻ നമ്മൾ പറഞ്ഞത്, പക്ഷെ അതിന് വ്യക്തമായ കാര്യം പറയുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ അവർ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. മരണകാരണം എന്താണ്? മരണകാര്യം റിപ്പോർട്ടിലെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയുന്നില്ല. കാരണം ചോദിച്ചിട്ട് അവർ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾക്ക് ഒഴിഞ്ഞു മാറുകയാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്നു അവരോട്. നമ്മുടെ ഒരു ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം കുഞ്ഞ് മരിക്കാനുണ്ടായ കാരണം മാത്രം അറിഞ്ഞാൽ മതി. ആശുപത്രി ഭാഗത്തുനിന്നുണ്ടായ പിഴവാണോ അതിനകത്ത്? പിഴവാണോ എന്ന് ചോദിച്ചാൽ പിഴവായിരിക്കും. എനിക്ക് കാരണം അറിഞ്ഞാൽ മതി. കുട്ടി മരിക്കാനുണ്ടായ 9-ാം തീയതി അഡ്മിറ്റ് ചെയ്തത്. 9-ാം തീയതിയാണ് അഡ്മിറ്റ് ആയത്. 11-ാം തീയതിയാണ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അവർ 10-ാം തീയതി ചെയ്തായിരുന്നു. കുട്ടി ഒരു സൈഡിലായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ കാര്യമായ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. വെച്ചാൽ ഈ 10-ാം തീയതി പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള കാരണം എന്താണെന്നാ പറയുന്നത്? അങ്ങനെ കാരണം അവർ പറഞ്ഞില്ല. അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് ഞങ്ങൾ ധരിപ്പിച്ചുകൊണ്ടേ ഇരുന്നത് മൊത്തത്തിൽ. അത് കഴിഞ്ഞിട്ടാണോ മരിച്ചെന്ന് പറയുന്നത്? 10-ാം തീയതി വൈകിട്ടോടെ കുമളിയിൽ ഊർദുമാത ദേവാലയത്തിൽ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിച്ചു. കുഞ്ഞിന്റെ മരണകാരണം എന്തെന്ന് ആശുപത്രി അധികൃതരോട് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാതെ വന്നതോടെയാണ് പരാതിയുമായി രംഗത്തെത്തിയതെന്ന് സേവ്യറിന്റെ പിതാവ് ബാബു പറഞ്ഞു. മോനവിടെ ചെന്നപ്പോൾ ഇവർ ഓപ്പറേഷൻ കഴിച്ചു. പെട്ടെന്ന് തന്നെ ഓപ്പറേഷനൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ വൈഫ് വരുമ്പോൾ കൊച്ചിന് ഇവരോട് പറഞ്ഞിരുന്നത് കൊച്ചിന് അനക്കമില്ലാന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് പെട്ടെന്ന് വന്ന് ലേബർ റൂമിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കൊച്ചിന് മരിച്ചിട്ട് അവർ ഒഴിഞ്ഞു വെച്ചിരുന്നു. അങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞിട്ട് അന്ന് ഡോക്ടർ ഞങ്ങളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഡോക്ടറോട് ഞങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങളോട് സംസാരിക്കുന്നില്ല. അപ്പം ഞങ്ങൾ കൊച്ചി എങ്ങനെയാണ് മരിച്ചതെന്ന് ഞങ്ങൾക്കൊന്ന് അറിയാനായിട്ടാണ്. ഈ ആശുപത്രി ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് അതിനകത്ത്. അതിന് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ കുട്ടി എങ്ങനെ മരിച്ചു എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയാം. പോലീസിൽ നൽകിയ പരാതിക്ക് പിന്നാലെ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖർഗിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ.
അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും പുലർച്ചെ വരെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായിരുന്നുവെന്നും പെട്ടെന്നാണ് ഇത് കുറഞ്ഞതെന്നുമാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. അന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തങ്ങൾ നിർദ്ദേശിച്ചിരുന്നതായും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നുണ്ട്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകൂ. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ നവംബറിൽ കുറുവ സംഘം നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ തേടി രാജകുമാരിലെത്തിയ മണ്ണഞ്ചേരി പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് തമിഴ്നാട്ടിൽ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച 2 മോഷ്ടാക്കളെ പിടികൂടി. ഇതോടെ ഭയാശങ്കയിലായിരിക്കുകയാണ് രാജകുമാരി നിവാസികൾ. 8 വർഷത്തോളമായി രാജകുമാരിയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയിരുന്ന കറുപ്പയ്യ, ഇയാളുടെ സഹോദരൻ നാഗരാജ് എന്നിവരെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കറുപ്പയ്യെ രാജകുമാരിയിൽ നിന്നും നാഗരാജിനെ ബോഡിനായ്ക്കന്നൂരിൽ നിന്നുമാണ് പിടികൂടിയത്. കുറുവ സംഘത്തെ പിടികൂടിയതറിഞ്ഞതോടെ ഭയാശങ്കയിലാണ് തങ്ങളെന്ന് രാജകുമാരി നിവാസികൾ പറയുന്നു. തൊട്ടടുത്ത പ്രദേശത്ത് ഈ സമീപ തൊട്ടടുത്ത് തന്നെയാണ് ഇത് പിടിച്ചിട്ടുള്ളത്. എന്തായാലും ഞങ്ങളിത് വളരെ ഭയാശങ്കയോടെയും ഞെട്ടലോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത്. ഇത് ഈ കുറുവ സംഘം ഒരു മാസം മുമ്പാണ് തൊട്ടടുത്ത നെടുങ്കണ്ടത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പിടിച്ചിട്ടുള്ളത്. ഇവരെ ഈ തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്ന തൊട്ട് അടുത്ത പ്രദേശമാണ് ബോഡിമെട്ട്. ഇങ്ങനെയുള്ള സംഘങ്ങൾ ഇവിടെ വന്ന് പാർക്കുന്നതിന് തമിഴ് മലയാളം ബെൽറ്റാണ് ഈ പ്രദേശം കൂടുതൽ. അപ്പോൾ ഇവരിങ്ങനെ ഉള്ള ആളുകൾ വന്ന് താമസിച്ചാൽ അറിയില്ല. അപ്പോൾ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ കണികൾ ഇനിയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഇത്രയും വർഷമായിട്ട് ഇവർ ഇവിടെ വന്ന് താമസിച്ചിട്ട് എന്തായാലും ഇതൊന്നും ഈ പ്രദേശവാസികൾ അറിഞ്ഞില്ല. ഇത് നാട്ടിൽ കൂടുതൽ സമാധാനാന്തരീക്ഷവും ആളുകളുടെ സ്വസ്ഥതയും സമാധാനപൂർവ്വമായി ജീവിക്കുന്ന ആളുകളുടെ സ്വസ്ഥതയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇവർ ഇത് എത്തിച്ചേർന്നുള്ളത്. തീർച്ചയായും ഇതിൻ്റെ കണ്ണികൾ ഇനിയും കാണും. ആനന്ദ് എന്ന പേരിലാണ് കറുപ്പയ്യ രാജകുമാരിയിൽ താമസിച്ചിരുന്നത്. രാജകുമാരി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ അകലെയായി വീടും സ്ഥലവും സ്വന്തമായുള്ള കറുപ്പയ്യ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പമാണ് ഇവിടെ താമസിച്ചിരുന്നത്. മകൾ തമിഴ്നാട്ടിൽ പഠിക്കുകയാണ്. ഓട്ടോറിക്ഷയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി കഴിഞ്ഞിരുന്ന കറുപ്പയ്യയുടെ പേരിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളില്ലെന്നാണ് വിവരം. സമീപകാലത്താണ് നാഗരാജൻ ഇയാൾക്കൊപ്പം താമസം ആരംഭിച്ചത്. മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ നാഗർകോവിൽ പോലീസിന് കൈമാറി. നാഗർകോവിൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകൾ ഉണ്ടെന്നാണ് വിവരം. വണ്ടിപ്പെരിയാറിൽ 16-കാരിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി രൂപൻ എന്ന് വിളിക്കുന്ന വിജയിയാണ് പിടിയിലായത്. പെൺകുട്ടിയെ പ്രണയം നടിച്ച് പലതവണ പീഡിപ്പിച്ചെന്നാണ് പരാതി. പെൺകുട്ടിക്ക് വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് മാതാപിതാക്കൾ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയിരുന്നു. ഈ സമയത്താണ് പെൺകുട്ടി ഗർഭിണിയായ വിവരം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് ആശുപത്രി അധികൃതർ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. പെൺകുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണത്തിന് ശേഷമാണ് വിജയിയെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ അയൽവാസിയും വള്ളക്കടവിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയുമാണ് അറസ്റ്റിലായ പ്രതി. ഹെൽമറ്റ് വയ്ക്കാത്തതിന് മഹീന്ദ്ര താർ ഉടമയ്ക്ക് പെറ്റി ചുമത്തി പോലീസ്. ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിനാണ് വിചിത്ര പിഴ ചുമത്തിയത്. പിശക് ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെ പിഴയടച്ച ഉടമ പെറ്റി ഒഴിവാക്കി. ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള KL 44E 2387 എന്ന നമ്പറിലുള്ള മഹീന്ദ്ര താർ വാഹനത്തിനാണ് വിവാദ പെറ്റി ലഭിച്ചത്. ഹെൽമറ്റ് ധരിക്കാത്ത സ്കൂട്ടർ സഹയാത്രികയുടെ ചിത്രവും ഉൾപ്പെടുത്തിയാണ് ഥാറിന് പെറ്റി ചുമത്തിയത്. 2023 ഫെബ്രുവരിയിൽ പെരുമ്പാവൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന നിയമലംഘനമെന്നാണ് നോട്ടീസിൽ സൂചിപ്പിക്കുന്നത്. വാഹന രജിസ്ട്രേഷൻ നമ്പറിൽ പിശക് സംഭവിച്ചതാകാമെന്നും പെറ്റി ഒഴിവാക്കിത്തരാൻ നടപടി സ്വീകരിക്കണമെന്നും പെരുമ്പാവൂർ പോലീസിനോട് ഉടമ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധികൃതർ പെറ്റി ഒഴിവാക്കുകയോ വ്യാജ നമ്പറിലുള്ള വാഹനമാണോ എന്ന് പരിശോധിക്കുകയോ ചെയ്തില്ല. പിഴ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടതോടെ വാഹനത്തിന്റെ വിൽപ്പനയും പ്രതിസന്ധിയിലായതായി ഉടമ പറയുന്നു. എൻ്റെ വണ്ടി ഒരു 2017 CRD താറാണ്. അപ്പം ഇതിൻ്റെ പേര് മാറാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഇതിന് പെറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പെറ്റി അടയ്ക്കാനായിട്ട് ചെന്നപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്കൂട്ടിയുടെ ഫോട്ടോയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരിക്കും ഈ വണ്ടിയുടെ പെറ്റി അല്ലിത്. അതുകൊണ്ട് ഞാൻ ഉദ്യോഗസ്ഥരെ കണ്ടപ്പം ഇത് പെറ്റി അടയ്ക്കാനുള്ള മുന്നോട്ടുള്ള തീരുമാനം എന്താണെന്ന് അവർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് പറഞ്ഞത്. ഒടുവിൽ ഹെൽമറ്റ് വയ്ക്കാത്തതിന് വന്ന പിഴ അടച്ചാണ് താർ ഉടമ പ്രതിസന്ധി ഒഴിവാക്കിയത്.
സാങ്കേതിക തകരാർ മൂലം സംഭവിച്ച പിഴവാണെങ്കിലും അത് സൂചിപ്പിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കിലോമീറ്ററുകൾ അകലെയുള്ള സ്റ്റേഷനിൽ എത്തി വിവരം ധരിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയത്. വാഹനത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമാണെന്നിരിക്കെയാണ് യാതൊരു പുനർപരിശോധനയും നടത്താതെ ഉദ്യോഗസ്ഥർ കേസ് രജിസ്റ്റർ ചെയ്തത്. വ്യാപാരി വ്യവസായി സമിതി വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് 21-ാം തീയതി കട്ടപ്പനയിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജുവാണ് ജാഥ ക്യാപ്റ്റൻ. വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് 21 രാവിലെ 9:30 കട്ടപ്പനയിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന സെക്രട്ടറി ES ബിജു നയിക്കുന്ന ജാഥ കാസർകോട്ടിൽ സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തിരുന്നു. ജാഥ 25-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ചെറുകിട വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന ഗുരുതര വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിനുമായി ഫെബ്രുവരി 13-ന് പാർലമെന്റ് മാർച്ചും നടത്തും. ഇതിനു മുന്നോടിയായിട്ടാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യാപാര വ്യവസായ മേഖല നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനുമായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്ത് സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ES ബിജു ജാഥ ക്യാപ്റ്റനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജാഥ ഈ ജാഥ ജനുവരി മാസം 20-21 തീയതികളിൽ ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുകയാണ്. ഇടുക്കി ജില്ലയിലെ 5 സ്വീകരണ കേന്ദ്രങ്ങളാണ്. അതിലെ ഒരു സ്വീകരണ കേന്ദ്രമായ കട്ടപ്പനയിൽ ജനുവരി മാസം 21-ാം തീയതി രാവിലെ 9:30 കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. ഈ വ്യാപാര മേഖല നേരിടുന്ന ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അത് 14-ന് മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഈ ജാഥ കടന്നു വരുന്നത്. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ചുമത്തിയ 15% GST പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങി 14 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജീഷ് ജേക്കബ്, ഏരിയ പ്രസിഡന്റ് MR അയ്യപ്പൻകുട്ടി, ഏരിയ ട്രഷറർ ആൽബിൻ തോമസ്, ഏരിയ വൈസ് പ്രസിഡന്റ് PB സുരേഷ് കുമാർ, യൂണിറ്റ് സെക്രട്ടറി ഷിനോജി GS, PM ഷെഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു. 2024 ബോധി പുരസ്കാരം നോവലിസ്റ്റ് പുഷ്പമ്മയ്ക്ക് ഫെബ്രുവരി 26-ന് കാഞ്ചാറിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം പുഷ്പമ്മയ്ക്ക് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2024 ബോധി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമ്മയാണ് അർഹയായിരിക്കുന്നത്. പുഷ്പമ്മ എഴുതിയ കൊളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ മലയാള സാഹിത്യത്തിൽ ഇടം നേടിയിരുന്നു. ഹൈറേഞ്ചിലെ പ്രബല ഗോത്രവർഗ വിഭാഗമായ ഊരാളി ഗോത്രവർഗത്തിന്റെ ജീവിതവും സംസ്കാരവും ചരിത്രവും അടയാളപ്പെടുത്തുന്ന നോവലാണ് കൊളുക്കൻ. ഊര് കൈയടക്കി വാഴുന്നവനെന്നാണ് ഊരാളി എന്ന വാക്കിനർത്ഥം. ഊരാളി ഭാഷയിൽ അതേ ഗോത്രത്തിൽ നിന്നുള്ള എഴുത്തുകാരി എഴുതിയ നോവൽ എന്ന നിലയിലാണ് മറ്റു നോവലുകളിൽ നിന്നും കൊളുക്കനെ വേറിട്ട് നിർത്തുന്നത്. ഒപ്പം നോവൽ എഴുത്തുകാരുടെ ആത്മാംശവുമുണ്ട്. വരുന്ന ഫെബ്രുവരി 26-ന് കാഞ്ചാറിൽ വെച്ച് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പുരസ്കാരം പുഷ്പമ്മയ്ക്ക് സമർപ്പിക്കും. 2024 ബോധി പുരസ്കാരം പ്രശസ്ത നോവലിസ്റ്റ് പുഷ്പമ്മയ്ക്കാണ്. 11,111 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുഷ്പമ്മ എഴുതിയ കൊളുക്കൻ എന്ന നോവൽ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഊരാളി ഗോത്ര വിഭാഗത്തിന്റെ ജീവിതവും സംസ്കാരവും അതുപോലെ തന്നെ ചരിത്രവും എല്ലാം അടയാളപ്പെടുത്തുന്ന നോവലാണ്. സാഹിത്യ അക്കാദമി അവാർഡിന് പോലും പരിഗണിക്കപ്പെട്ട ഒരു നോവൽ. മാത്രമല്ല വായനക്കാർ തങ്ങളുടെ വായനയോടൊപ്പം ചേർത്ത് പിടിച്ചൊരു നോവൽ. ഈ നോവൽ എഴുത്തുകാരുടെ ആത്മാംശവും കൂടി അടങ്ങിയ നോവൽ എന്നുള്ള നിലയ്ക്ക് വളരെ വ്യാപകമായി വായിക്കപ്പെട്ട ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെ 2024 ബോധി പുരസ്കാരം സാധാരണ രീതിയിൽ സാംസ്കാരിക രംഗത്ത് കലാ സാഹിത്യ പ്രവർത്തനങ്ങൾക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ അല്ലെങ്കിൽ വേറിട്ട തനത് സംഭാവനകൾ നൽകിയ ആളുകളെയാണ് പരിഗണിക്കുക. അങ്ങനെ തന്റേതായ ഒരു വഴി നോവൽ സാഹിത്യ രംഗത്ത് വെട്ടിത്തുറന്ന പുഷ്പമ്മയാണ് ഇത്തവണത്തെ പുരസ്കാരത്തിനായിട്ട് പരിഗണിച്ചിരിക്കുന്നത്. മോബിൻ മോഹൻ ചെയർമാനും കാഞ്ചാർ രാജൻ, ഷേർലി തോമസ്, അഡ്വക്കേറ്റ് VS ദിബു, ജെയിംസ് P ജോസഫ് എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണായക സമിതി ഐക്യകണ്ഠേനയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഫെബ്രുവരി 26-ാം തീയതി നടക്കുന്ന സാംസ്കാരിക യോഗത്തിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മോബിൻ മോഹൻ, കാഞ്ചാർ രാജൻ, ഷേർലി തോമസ്, ജെയിംസ് P ജോസഫ്, സിറിൽ ജേക്കബ്, TK രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. KPMS സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ ശാഖാ സമ്മേളനങ്ങൾ ഈ മാസം 19 മുതൽ ആരംഭിക്കുമെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ അടിമാലിയിൽ പറഞ്ഞു. 19 മുതൽ 25 വരെയാണ് ശാഖാ സമ്മേളനങ്ങൾ നടക്കുന്നത്.
ജില്ലയിലെ 5 യൂണിയൻ കമ്മിറ്റികളിലായി 68 ശാഖാ സമ്മേളനങ്ങൾ നടക്കും. ശാഖാ സമ്മേളനങ്ങൾക്ക് ശേഷം യൂണിയൻ വാർഷിക സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും കെ രാജൻ വ്യക്തമാക്കി. KPMS സംസ്ഥാന സമ്മേളനം ഏപ്രിൽ മാസം 11, 12, 13 തീയതികളിലായി ആലപ്പുഴയിൽ വെച്ച് നടക്കുന്നതിന് ഭാഗമായിട്ടുള്ള ശാഖാ സമ്മേളനങ്ങൾ, ഇടുക്കി ജില്ലയിലെ ശാഖാ സമ്മേളനങ്ങൾ ജനുവരി മാസം 19 തുടങ്ങി 25 പൂർത്തീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരുക്കങ്ങളാണ് ജില്ലാ കോർ കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ഈ ശാഖാ സമ്മേളനം പൂർത്തീകരിച്ചതിന് ശേഷം മാർച്ച് മാസം 2-ാം തീയതി പീരുമേട്, 9-ാം തീയതി ദേവികുളം, 16-ാം തീയതി തൊടുപുഴ, ഉടുമ്പൻചോല, ഇടുക്കി 2 യൂണിയൻ സമ്മേളനം മാർച്ച് മാസം 25-ാം തീയതി എന്നീ ഡേറ്റുകളിലാണ് സമ്മേളനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 68 ശാഖകളുടെ സമ്മേളനങ്ങളാണ് ഈ ജനുവരി 19 തുടങ്ങി 25-ന് പൂർത്തീകരിക്കുന്നത്. ഈ ശാഖാ സമ്മേളനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം സഭയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീ സാബു കൃഷ്ണൻ പീരുമേട് യൂണിയനിലെ വാഗമൺ ശാഖയിൽ നിർവഹിക്കും. 19-ാം തീയതി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ജില്ലാ ക്യാമ്പ് ഫെബ്രുവരി 8-ാം തീയതി ചെറുതോണി ടൗൺ ഹാളിൽ നടക്കുകയാണ്. ഇതിനു മുന്നോടിയായാണ് ജില്ലാ കമ്മിറ്റി ചേർന്നത്. ജില്ലയെ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെപ്പറ്റിയും വരുംകാലങ്ങളിൽ ഭരണപരമായും വികസനപരമായും കൊണ്ടുവരേണ്ട മാറ്റങ്ങളെപ്പറ്റിയും യോഗത്തിൽ ചർച്ച നടന്നു. കഴിഞ്ഞ 8 വർഷക്കാലമായി ഭരണം നടത്തുന്ന പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് UDF സംഘടിപ്പിക്കുന്ന മലയോര ജാഥ ഫെബ്രുവരി 1-ാം തീയതി ഇടുക്കിയിൽ എത്തും. രാവിലെ 11 മണിക്ക് അടിമാലിയിലും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കട്ടപ്പനയിലും 4 മണിക്ക് കുമളിയിലും ജാഥ എത്തിച്ചേരുമെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ക്യാമ്പ് 13, 14 തീയതികളിൽ ചരൽക്കുന്നിൽ നടന്നിരുന്നു. ആ തലൽക്കുന്ന് ക്യാമ്പിൽ സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അതിലേറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടി സംസ്ഥാന പാർട്ടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. 2, പാർട്ടിയുടെ ജില്ലാ ക്യാമ്പ്, ഇടുക്കി ജില്ലാ ക്യാമ്പ് ഫെബ്രുവരി മാസം 8-ാം തീയതി ചെറുതോണി ടൗൺ ഹാളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 2024 വനം ഭേദഗതി ബില്ല് പിൻവലിച്ചുവെങ്കിൽ പോലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും തീരുമാനമുണ്ടായിട്ടില്ല. UDF നടത്തിയ കടുത്ത പ്രക്ഷോഭങ്ങൾ, മറ്റ് സമുദായ സംഘടനകൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുണ്ടായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ നിർദ്ദിഷ്ട ബില്ല് പിൻവലിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കർഷകദ്രോഹ ജനവിരുദ്ധ തീരുമാനങ്ങളിൽ നിന്ന് അവർ വ്യതിചലിക്കാൻ തയ്യാറല്ല എന്നുള്ളതിൻ്റെ കാരണമാണ് ഇപ്പോൾ തന്നെ പുതിയൊരു ഓർഡർ വന്നിരിക്കുന്നു. പട്ടയ കിട്ടാത്ത ഭൂമിയിൽ എവിടെയെങ്കിലും കൃഷിയോ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. പാർട്ടി ഉന്നതാധികാര സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് തോമസ് പെരുമന, നോബിൾ ജോസഫ്, ആന്റണി ആലഞ്ചേരി, M മോനിച്ചൻ, വർഗീസ് വെട്ടിയാങ്കൽ, VA ഉൽഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ 2ാം ഘട്ടമായി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ബോധവൽക്കരണ സെമിനാറും വമ്പിച്ച പ്രക്ഷോഭ പരിപാടികളും നടത്തുന്നതിനെപ്പറ്റിയും യോഗം ചർച്ച ചെയ്തു. ജോയി കൊച്ചുകരോട്ട്, സിനു വാലുമേൽ, ഫിലിപ്പ് മലയാറ്റ്, ജോയി കുടക്കച്ചുറ, സാജു പട്ടിരുമടം, TV ജോസുകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളത്തൂവൽ ആനച്ചാൽ റോഡിൽ നാഥൻ ചെട്ടിയാർ റോഡ് സംഗമിക്കുന്നതിന് സമീപമുള്ള വളവിലെ അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം. ഈ ഭാഗത്ത് റോഡിന്റെ അരികിടിഞ്ഞ അപകടാവസ്ഥയിലായിട്ട് നാളുകൾ പിന്നിടുകയാണ്. കൊടും വളവിലെ സുരക്ഷാവേലിയുടെ അഭാവവും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തി സുരക്ഷാവേലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. വെള്ളത്തൂവൽ ആനച്ചാൽ റോഡിൽ നാഥൻ ചെട്ടിയാർ റോഡ് സംഗമിക്കുന്നതിന് സമീപമുള്ള വളവിലാണ് നാളുകളായി അപകടാവസ്ഥ നിലനിൽക്കുന്നത്. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നു. റോഡിന്റെ അരികിടിഞ്ഞ് അപകടാവസ്ഥ ഉയർത്തുന്നതിനൊപ്പം കൊടുംവളവിൽ സുരക്ഷാവേലിയുടെ അഭാവവും ഭീഷണിയാകുന്നു. ഈ ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടത്തി സുരക്ഷാവേലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. വെള്ളത്തൂവലിന് മുകളിൽ നാഥൻ ചെട്ടിയാർ PWD റോഡിന് സമീപം ഒരഗാധ ഗർത്തം രൂപപ്പെട്ടിട്ട് 4-5 വർഷമായി. മഴ പെയ്യുമ്പോഴുള്ള വെള്ളമെല്ലാം കൂടി അതിലെ ഒഴുകുന്നു. ഇപ്പോൾ 1000കണക്കിന് വണ്ടിയാണ് ഒരു ദിവസം ചീറി പാഞ്ഞു പോകുന്നത്. അവിടെ ഒരു സൂചനാ ബോർഡ് പോലും പൊതുമരാമത്ത് വകുപ്പ് വെച്ചിട്ടില്ല.
അങ്ങനെ അപകടം നമ്മുടെ കണ്ണിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിരവധി തവണ ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. പക്ഷേ യാതൊരുവിധ നടപടിയുമില്ല. ഈ രീതിയിൽ പോയാൽ ഇനി ഒരു വലിയ അപകടം വന്നിട്ട് അത് വാർത്തയായതിന് ശേഷമായിരിക്കും നടപടിക്രമങ്ങൾ. ആരുടെയെങ്കിലും ജീവൻ അവിടെ ബലി കഴിച്ചതിന് ശേഷം ചെയ്യുന്നതിലൊക്കെ ഭേദം നിസ്സാര കാര്യത്തിൽ തീരുന്ന റോഡിൻ്റെ സൈഡ് ഇടിഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ആ കലങ്ക് പുതുക്കി പണിത് ഗതാഗത യോഗ്യമാണ്. ഈ കൊടുമ്പടവിൽ വെച്ച് വാഹനത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ നിയന്ത്രണം നഷ്ടമായാൽ വാഹനം റോഡിന് താഴേക്ക് പതിക്കും. വഴി പരിചയമില്ലാതെ എത്തുന്ന വിനോദസഞ്ചാര വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. സ്വകാര്യ ബസ്സുകളടക്കം വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് നിർമ്മാണ ജോലികൾ നടത്തണമെന്ന ആവശ്യം വാഹനയാത്രികരും മുമ്പോട്ട് വയ്ക്കുന്നു. കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും വ്യാപാരിയുമായിരുന്ന പാപ്പ പൂമറ്റത്തിന്റെ അനുസ്മരണ സമ്മേളനം നടന്നു. ഫാദർ ജോസഫ് പുത്തൻപുരിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവും വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന PU ദേവസ്യ എന്ന പാപ്പ പൂമറ്റത്തിന്റെ 41ാം ചരമദിനത്തിലാണ് അനുസ്മരണ സമ്മേളനം നടന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ഇടവക പാരീഷ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് അധ്യക്ഷനായിരുന്നു. ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന് നിത്യം ജീവിക്കാൻ മക്കൾ വഴി തലമുറ വഴി ജീവിക്കുവാൻ നല്ല പ്രവൃത്തി ചെയ്ത് മനുഷ്യ നിത്യം ജീവിക്കുന്നത് ഭൂമത്തിൽ ആക്കുകയാണ്. ഒരുപാട് നന്മ രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ കട്ടപ്പന ചെയ്തിട്ടുണ്ട്. ആ നന്മ മക്കളിലൂടെ മരുമക്കളിലൂടെ തന്നെ അദ്ദേഹത്തിന് ജീവിത മാർഗമുണ്ട്. ഉദാഹരണത്തിന്റെ അൻപാദികൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി, CPM ജില്ലാ കമ്മിറ്റി അംഗം VR സുജി, BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് തോമസ്, കട്ടപ്പന നഗരസഭ മുൻ ചെയർമാൻ ജോണി കുളമ്പള്ളി, പ്രവത ശിവരാജൻ, CPM ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. കാഞ്ചാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള കിരണം ഗ്രാമശാക്തീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചാണ് കിരണം ഗ്രാമശാക്തീകരണ പദ്ധതി നടപ്പിലാക്കുന്നത്. പെഴുങ്കണ്ടം സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗം കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ അഭിമാനമായി തന്നെയാണ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും കാലവും മുന്നോട്ട് പോകുന്നത്. തുടർന്നുള്ള കാലഘട്ടങ്ങളിലും അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ഓരോരുത്തരും അതിന് കൈത്താങ്ങാകണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. എനിക്കൊരു നഷ്ടബോധമുണ്ട്. എനിക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റാതെ പോയി. ഞാൻ പഠിച്ചത് നാട്ടിലെ തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നാട്ടിലെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇടുക്കിയിലേക്ക് എത്തുന്നത്. പക്ഷേ എന്നിരുന്നാലും എന്റെ കുട്ടികളെ ഈ സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് എനിക്ക് സാധിച്ചു. അവർക്കിന്ന് ജീവിതത്തിന് ഒരു വരുമാനം കിട്ടുന്ന തരത്തില് ഗവൺമെന്റ് ജോലി അല്ല എങ്കിൽ കൂടി പ്രൈവറ്റ് ആയിട്ടുള്ള ജോലിയിൽ കൂടി അവർക്ക് നല്ലൊരു ആ വിദ്യാഭ്യാസത്തിന്റെ മേന്മയോടുകൂടി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. ഗ്രാമീണ സാഹിത്യ കൂട്ടായ്മയുടെ ഉദ്ഘാടനം കാഞ്ചാർ രാജൻ നിർവഹിച്ചു. ഗ്രാമീണ ഗ്രന്ഥശാലയുടെ കൂട്ടായ്മ കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മോബിൻ മോഹനെ ആദരിച്ചു. സ്കൂൾ ലൈബ്രറിയിലേക്ക് സാഹിത്യ കൂട്ടായ്മയുടെ ഭാഗമായി പങ്കെടുത്ത സാഹിത്യകാരന്മാർ തങ്ങളുടെ പുസ്തകങ്ങൾ നൽകി. സ്കൂൾ ലൈബ്രറിക്ക് വേണ്ടി അനിത ശേഖർ SS, TS ഗിരീഷ് കുമാർ, അരുൺകുമാർ ദാസ് B, PK തനുജ റാണി, AK ബിനു, മെർലിൻ കുര്യൻ, അനിത KR എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ഒരു ചിരി ഇരുചിരി പ്രതിഭകളായ നന്ദന KR, ആദർശ് പ്രമോദ് എന്നിവർക്ക് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ സമ്മാനങ്ങൾ നൽകി. ആരോഗ്യ സ്വാന്തന പദ്ധതികൾ, കാരുണ്യസ്പർശം, രക്തദാന ഡയറക്ടറി രൂപീകരണം, പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ എന്നിവ നടന്നു. PTA വൈസ് പ്രസിഡന്റ് ബിനു CP അധ്യക്ഷനായിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ജോർജ് ജേക്കബ് ആമുഖ പ്രഭാഷണം നടത്തി. എഴുത്തുകാരായ മിനി മോഹനൻ, സൽമ ശ്യാം, ഹെഡ്മിസ്ട്രസ് N ബിന്ദു, PK തനുജ റാണി, ഷുഹൈബ് മുള്ളൻകുഴി, ജോയിച്ചൻ കാടൻകാവിൽ, CD രജി, പ്രമോദ് PP, അനിത സത്യശീലൻ, ജെയിംസ് P ജോസഫ് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 65ാം വാർഷികാഘോഷവും രക്ഷകർതൃ സമ്മേളനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയപ്പും നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലു പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു.
കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് വാർഷികാഘോഷം നടത്തിയത്. സെന്റ് ജോർജ് ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ നോബി വെള്ളാപ്പള്ളി പതാക ഉയർത്തി. സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ഡൊമിനിക് ആയിലപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാമുള്ള വേദി കൂടിയാണ് നമ്മുടെ സ്കൂൾ അധ്യയന കാലഘട്ടം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളുടെ ഒരുപക്ഷെ ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തെക്കാളും ഉപരിയായിട്ട് സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് പല പ്രോജക്റ്റുകൾ നൽകാറുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ നൽകി നിങ്ങളോട് തന്നെ പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറയാനുണ്ട്. അതുവഴിയൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു ടീമിൽ വർക്ക് ചെയ്യാനുള്ള ശേഷിയും നിങ്ങളുടെ നേതൃത്വ വാസനകളും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എല്ലാം മുന്നോട്ട് വരും. വ്യത്യസ്തങ്ങളായ പരിപാടികളുണ്ട്. അതിലൊക്കെ നമ്മൾ പിന്നോക്കം നിൽക്കാതെ മുന്നോട്ട് വന്നുകൊണ്ട് നമ്മളതിലൊക്കെ പങ്കാളികളാകുമ്പോൾ നമ്മളറിയാതെ തന്നെ ഈ വിവിധ ശേഷികൾ നമുക്ക് നമ്മളിൽ വളരുകയാണ്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന KJ ജോസഫ് കോയിക്കൽ, ഷാൻഡി ജോസഫ്, മാത്തുക്കുട്ടി വർഗീസ്, കനകമ്മാൾ ജേക്കബ്, സോണിമോൾ ആന്റണി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. വാർഡ് കൌൺസിലർ സോണിയ JB, PTA പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, പ്രിൻസിപ്പൽ മാണി KC, UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജേക്കബ്, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ദീപു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. നരിയമ്പാറ മന്നം മെമ്മോറിയൽ സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ ഗ്രാൻഡ് പ്രൊജക്റ്റായ എന്റെ നാട് എത്ര സുന്ദരം പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന KSRTC ഡിപ്പോയിൽ ശുചീകരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. എന്റെ നാട് എത്ര സുന്ദരം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് KSRTC ഡിപ്പോയിൽ ശുചീകരണം നടത്തിയത്. ജീവനക്കാരും കേഡറ്റുകൾക്കൊപ്പം പദ്ധതിയിൽ പങ്കാളികളായി. ഡിപ്പോയിൽ മനോഹരമായ പൂന്തോട്ടം എന്ന ലക്ഷ്യത്തിലേക്കായി കൂടുതൽ ചെടികൾ വയ്ക്കുകയും ജലവും വളവും നൽകി പരിചരണം നടത്തുകയും പൂന്തോട്ടത്തിന് ബോർഡർ കെട്ടുകയും പരിസരത്തെ മാലിന്യങ്ങൾ തരംതിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്തു. പ്രൊജക്ട് കോർഡിനേറ്റർ സിജോ KV നേതൃത്വം നൽകി. നരിയമ്പാറ മന്നമ്മൽ സ്കൂളിലുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകളുടെ നേതൃത്വത്തിൽ അവരെ വലിയൊരു സ്വപ്നമായിരുന്നു വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള നമ്മുടെ കട്ടപ്പന KSRTC ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ഭാഗമായി തന്നെ അവർ ഉദ്ദേശിച്ച ഒരു ആശയമായിരുന്നു KSRTC മനോഹരമാക്കാൻ വേണ്ടി പൂന്തോട്ടം വെച്ച് തുടങ്ങാമെന്നുള്ളത്. അതിന്റെ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം നമ്മുടെ ബീന ടോമി അവർ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ പല വട്ടങ്ങൾ ഇവിടെ നിന്ന് ഫോളോ വർക്ക് ചെയ്തിരുന്നു. ഇന്ന് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകിച്ച് ചെയ്യുന്നത് കൂടുതൽ ചെടിച്ചട്ടികൾ വെച്ച് ഈ ക്യാമ്പസ്, ഈ KSRTCയുടെ ഈ പരിസരം കൂടുതൽ ആകർഷകമാക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഈ പൂന്തോട്ടത്തിന്റെ സൈഡ് കട്ടകൾ വെച്ച് ഏറ്റവും മനോഹരമാക്കി തീർത്ത് ഈ KSRTCയെ നല്ലൊരു ബസ് സ്റ്റേഷനായി ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് കടന്നു വരാവുന്ന നല്ലൊരു സ്ഥലമാക്കി മാറ്റുക എന്നുള്ള കുട്ടികളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് കേഡറ്റുകളുടെ ഉദ്യമത്തിന്റെ ഫലമാണ്. സത്യത്തിൽ ഈ പ്രോജക്റ്റ് ഇവിടെ പൂർത്തിയാകുമ്പോൾ ആ കേഡറ്റുകളുടെ സ്വപ്നമാണ് ഇവിടെ സഫലമാകുന്നത്. മോൻസി P. മോഹൻ, ഹെഡ് മിസ്റ്റേഴ്സ് R. ബിന്ദു, സീനിയർ അസിസ്റ്റന്റ് PS. പ്രദീപ് കുമാർ, PTA പ്രസിഡന്റ് മഞ്ചേഷ്, സ്മിതാമോൾ എബ്രഹാം, അമൃതേഷ് ഷാജി എന്നിവർ ആഭിമുഖ്യം വഹിച്ചു. നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അമൃത് കുടിവെള്ള പദ്ധതി വഴി കട്ടപ്പന കല്ലുകുന്നിലെ 100 കുടുംബങ്ങൾക്ക് കുടിവെള്ളമെത്തും. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതുവഴി കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളിലെ ഓരോ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും. കുടിവെള്ള വിതരണം, മലിനജല നിർമ്മാർജ്ജനം, നഗരഗതാഗതം അടക്കമുള്ള അടിസ്ഥാന സേവനങ്ങൾ നൽകി അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ദേശീയ പദ്ധതിയാണ് അമൃത് പദ്ധതി. ഇതിൽ അമൃത് കുടിവെള്ള പദ്ധതിയാണ് ഏറെ പ്രചാരമേറിയത്. രാജ്യത്തെ നഗരപ്രദേശങ്ങളിൽ സമൂലമായ മാറ്റമുണ്ടാക്കുമെന്നാണ് പദ്ധതിയിലൂടെ സർക്കാർ വിലയിരുത്തൽ. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിൽ കല്ലുകുന്നിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ 8-ാം വാർഡ് കല്ലൂന്ന് 8-9 വാർഡുകൾ ഉൾപ്പെടുന്ന ഭാഗത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് 100 കണക്ഷനാണ്, പുതിയതായിട്ട് 100 കണക്ഷൻ കൊടുക്കുകയും 1 രൂപ പോലും ഗുണഭോക്താവിൽ നിന്ന്
ഗുണഭോക്തൃ വിഹിതമായിട്ട് അടയ്ക്കുകയോ ചെയ്യാതെയാണ് ഈ പദ്ധതി വാട്ടർ അതോറിറ്റി നടപ്പിലാക്കുന്നത്. നിലവിൽ നമുക്ക് കണക്ഷനുള്ളത് 300 വീട്ടുകാർക്കായിരുന്നു. ഇപ്പോൾ 100ഓളം പുതിയ അപേക്ഷകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 100 അപേക്ഷയും കൊടുക്കാം. അപേക്ഷ വെച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ പദ്ധതിയിൽ വെള്ളം എത്തിക്കാനാണ് നമ്മൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കല്ലുകുന്നിലെ 100 കുടുംബങ്ങൾക്കാണ് മുടക്കുമുതൽ ഇല്ലാതെ കുടിവെള്ളം എത്തുക. വാർഡ് കൗൺസിലർക്ക് അപേക്ഷ നൽകുക മാത്രമാണ് ഉപഭോക്താക്കൾ ചെയ്യേണ്ട നടപടി. ഇത് അർഹതപ്പെട്ടവർക്ക് സൗജന്യമായി കുടിവെള്ളം ഹോസ് വഴി വീട്ടിലെത്തും. കല്ലുകുന്നിൽ നിർമ്മിച്ചിരിക്കുന്ന കുടിവെള്ള ടാങ്കിൽ നിന്നുമാണ് ജലവിതരണം നടക്കുന്നത്. മുൻപ് മേഖല കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമായിരുന്നു. അമൃത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 222, വിൽപ്പനയ്ക്ക് വന്നത് 57,488, വിൽപ്പന നടന്നത് 56,845. കൂടിയ വില 3,335, ശരാശരി വില 3,104. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 635 രൂപ, ഏലം കൂടിയ വില 3000, ഏലം ശരാശരി വില 2800. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 900, കൊക്കോ 180, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7450 രൂപ, വെള്ളി 104. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായി കുഞ്ഞിന്റെ മൃതദേഹം കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു. നടപടി ആശുപത്രി അധികൃതർ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാക്കാതെ വന്നതോടെ പിതാവ് നൽകിയ പരാതിയിൽ. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ നവംബറിൽ കുറുവ സംഘം നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട പ്രതികളെ തേടി രാജകുമാരിയിലെത്തിയ മണ്ണഞ്ചേരി പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് തമിഴ്നാട്ടിൽ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച 2 മോഷ്ടാക്കളെ പിടികൂടി. ഇതോടെ ഭയാശങ്കയിൽ രാജകുമാരി നിവാസികൾ. വണ്ടിപ്പെരിയാറിൽ 16-കാരിയെ പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി രൂപൻ എന്ന് വിളിക്കുന്ന വിജയ്. പെൺകുട്ടിയെ പ്രണയം നടിച്ച് പലതവണ പീഡിപ്പിച്ചെന്ന് പരാതി. ഹെൽമറ്റ് വയ്ക്കാത്തതിന് മഹീന്ദ്ര താറുടമയ്ക്ക് പെറ്റി ചുമത്തി പോലീസ്. വിചിത്ര പിഴ ചുമത്തിയത് ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിന്. പിശക് ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാവാതെ വന്നതോടെ പിഴയടച്ച് പെറ്റി ഒഴിവാക്കി ഉടമ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.